ഹായ് ഗൈസ്, വി വി ടാക്സിന്റെ മറ്റൊരു പുതിയ റിവ്യൂയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. അതിരടി ടൊവിനോ തോമസ്, ബേസിൽ ജോസഫ്, വിനീത് ശ്രീനിവാസൻ എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ അതിരടി. അവരെ കൂടാതെ തന്നെ വിഷ്ണു അഗസ്ത്യ, റിയ ഷിബു, ഷാൻ റഹ്മാൻ, സാരിൻ ഷിഹാബ്, അങ്ങനെ ഇൻസ്റ്റാഗ്രാമിലും നമ്മൾ റീൽസിലൊക്കെ കണ്ട കുറേ പേര് ചെറിയ ചെറിയ റോൾസിലായിട്ട്. കാരണം യൂത്ത് ഓറിയന്റഡ് ഒരു കോളേജ് ക്യാമ്പസ് മൂവി ആയതുകൊണ്ട് ഒരുപാട് നമ്മുടെ റീൽസിലൊക്കെ കണ്ടുവന്ന ഒരുപാട് മുഖങ്ങളെ സ്ക്രീനിൽ കണ്ടു. ഇത് പടത്തിന്റെ ഡയറക്ടർ വന്നിട്ട് അരുൺ അനിരുദ്ധാണ്. പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഡോക്ടർ അനന്തു എസ് ആൻഡ് ബേസിൽ ജോസഫ്. റൈറ്റ് ചെയ്തിരിക്കുന്നത് പോൾസൺ സക്രിയ ആൻഡ് അരുൺ അനിരുദ്ധ്. എഡിറ്റർ ചമ്മൻ ചാക്കോ. പറയേണ്ട ആവശ്യമില്ല. 2018 ലോക, നമ്മുടെ RDX ഇതെല്ലാം ചെയ്ത പുള്ളിയുടെ എഡിറ്റിംഗ്. മ്യൂസിക് ചെയ്തിരിക്കുന്നത് വിഷ്ണു വിജയ്. മ്യൂസിക് പടത്തിന് സത്യം പറഞ്ഞാൽ BGMs ഒക്കെ ഒരു രക്ഷയില്ല. പടത്തിന് ആപ്റ്റായിട്ടുള്ള ഒരു മ്യൂസിക്കാണ് വിഷ്ണു വിജയ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അത് പറയാതിരിക്കാൻ വയ്യ. പിന്നെ സോങ് വൈസ് നോക്കുകയാണെങ്കിൽ എനിക്ക് അത്രത്തോളം ഒരു ഭയങ്കരമായ കിടിലൻ സോങ്സ് ഉണ്ടെന്ന് വെച്ചാൽ ആ റേഞ്ചിലിട്ടൊന്നും ഇല്ലെങ്കിലും പടത്തിലെ BGM അത് ടൊവിനോയുടെ ആ സീൻസിലാണെങ്കിലും ആ ഒരു സെന്റിമെന്റൽ കുറച്ച് ടച്ചുള്ള സീൻസ് ആണെങ്കിലും കുറച്ച് മാസ് ഓറിയന്റഡ് കുറച്ച് അങ്ങനെയുള്ള സീൻസിലാണെങ്കിലും അത് പക്കായിട്ട് വിഷ്ണു വിജയ് മ്യൂസിക് ചെയ്ത് പൊളിപ്പിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഓവറോൾ പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അടിപൊളി പടം, എനിക്കിഷ്ടമായി. അടിപൊളി പടം. സത്യം പറഞ്ഞാൽ പടത്തിൽ ഒരു ചെറിയ പോരായ്മയായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്, പോരായ്മ എന്ന് ഞാൻ പറഞ്ഞതിൽ പോരായ്മ ടെക്നിക്കലി ഉള്ള ഒരു പോരായ്മയാണ്. അതായത് ത്രൂ ഔട്ട് നമുക്ക് ഡയലോഗിൽ കുറച്ച് ഡയലോഗ് കേൾക്കാത്ത ഒരു ക്ലാരിറ്റി കുറവുണ്ടായിരുന്നു, ഒരു വ്യക്തത ഇല്ലായ്മ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫിലൊക്കെ ഡയലോഗ്സിൽ വ്യക്തത ഇല്ലാത്ത പോലെ, ക്ലാരിറ്റി ഇല്ല. ഒരു നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാത്ത രീതിയിൽ വ്യക്തത ഇല്ലാത്ത പോലെ എനിക്ക് തോന്നുന്നത്. ഈ മ്യൂസിക്കിന്റെ എന്തെങ്കിലും വേരിയേഷൻസ് ആയിരിക്കാം. അത് മാത്രമാണ് എനിക്ക് ഇത് ടെക്നിക്കൽ ഒരു പോരാൻ പറ്റുന്നില്ല. ഓവറോൾ പടം ഫസ്റ്റ് ഹാഫ് തന്നെ തുടങ്ങുന്നത് തന്നെ നമ്മൾ സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ട്രാജഡി കാണിച്ചാണ് അവർ തുടങ്ങുന്നതാണ്. അത് കഴിഞ്ഞ് പടം ബേസിൽ വന്നതിന് ശേഷം പടം പിന്നെ ഒരു ഓണാവുന്നുണ്ട്. ബേസിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല. സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫിൽ കുറെ ക്രിഞ്ച് സാധനങ്ങൾ അല്ലെങ്കിൽ ആകേണ്ട സാധനങ്ങൾ സത്യം പറഞ്ഞാൽ ബേസിൽ ചെയ്തത് കൊണ്ട് അത് ബേസിലിന്റെ കയ്യിൽ അത് ഒരു ബേസിലിന് മാത്രം പറ്റുന്ന ഒരു കാര്യമാണ്. അത് സത്യം പറഞ്ഞാൽ വേറെ ഒരു ആർട്ടിസ്റ്റ് ചെയ്ത് ചിലപ്പോൾ അത് മൊത്തം കയ്യിൽ നിന്ന് പോകുന്ന സംഭവങ്ങൾ, ക്രിഞ്ച് കോമാളിത്തരായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ആ ഫസ്റ്റ് ഹാഫിലെ കോളേജിലേക്ക് പുള്ളി പോകുന്ന ആ ഒരു കുറെ സംഭവങ്ങൾ സത്യം പറഞ്ഞാൽ അത് കയ്യിൽ നിന്ന് പോകുന്ന സാധനങ്ങളൊക്കെ ബേസിലിന്റെ രീതി വരുമ്പോൾ നമുക്കത് ബേസിൽ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ ബേസിൽ ചെയ്യുമ്പോൾ അത് ഒരു പ്രത്യേകതയാണ്. അത് അങ്ങനെ രീതിയിൽ ബേസിൽ നല്ലൊരു ഒഴുക്കിൽ കൊണ്ടുപോയി. അത് കഴിഞ്ഞ് സത്യം പറഞ്ഞ പടം പടപടപടപടാൻ പോകുന്നുണ്ട് പടത്തിൽ. അതാണ് എനിക്ക്, കാരണം നമുക്കൊരിടത്ത് പിന്നെ നമുക്കൊരു പടം തുടങ്ങിയ ശേഷം ലാഗ് എന്ന് പറയുന്ന സംഭവമേ ഇല്ല. യൂത്ത് ഓറിയന്റഡ് മൊത്തം ക്യാമ്പസ് മൊത്തം ഫ്രെയിമിലും പിള്ളേരുള്ള അത്രയ്ക്കും റിച്ച് ആയിട്ട് നിറഞ്ഞു നിൽക്കുകയാണ് ഓരോ സീൻസ്. അതിപ്പം അതർവൈസ് അടുത്ത് ടൊവിനോ വരുമ്പോഴും പിന്നെ പടം ബൂസ്റ്റ് ആവും. ടൊവിനോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ കാണാത്തൊരു ടൊവിനോ സത്യം പറഞ്ഞാൽ ടൊവിനോ ഈ ക്യാരക്ടർ സെലക്ട് ചെയ്തതിന് ടൊവിനോയുടെ ആ ഒരു സെലക്ഷൻ കൊള്ളാം. കാരണം പ്രതീക്ഷിച്ചതും ഡിഫറെന്റ് ആയിരുന്നു ക്യാരക്ടർ. ഞാൻ സംഭവം ട്രെയിലർ കണ്ടപ്പോൾ മനസ്സിലായി ഒരു ഗുണ്ട ടൈപ്പ്, എന്തോ പാട്ടൊക്കെ പാടി കിടക്കുന്ന ഒരു ഗുണ്ട പോലെ അങ്ങനെ എന്തോ ഒരു കോമഡി ആയിട്ട് കാണിക്കണമെന്ന് വിചാരിച്ചു. പക്ഷെ ഇതിൽ വില്ലനാണോ എന്ന് വെച്ചാൽ വില്ലനാണെന്ന് പറയേണ്ടി വരും, വില്ലൻ അല്ലെന്ന് പറയേണ്ടി വരും. ഇതിൽ ആരാണ് ശരി ആരാണ് തെറ്റ് എന്ന് പറയാൻ നമുക്ക് പറ്റാത്ത രീതിയിലുള്ള ഒരു അവസ്ഥയാണ്. ഇപ്പം നായകൻ എന്ന് ബേസിലിനെ പറഞ്ഞാൽ ഇപ്പം ഇതിൽ തന്നെ ഡയലോഗ് തന്നെ പറയുന്നുണ്ട്, വില്ലന് കൈയടി കിട്ടുന്ന കാലഘട്ടമാണെന്ന് ടൊവിനോ പറയുന്നുണ്ട്. പക്ഷെ ടൊവിനോ ഇപ്പൊ രണ്ട് വശത്തും ശരിയും തെറ്റും ഉണ്ടെന്ന് പറഞ്ഞതുപോലെ ആ രീതിയിലാണ് കഥ കൊണ്ടുപോകുന്നതെങ്കിലും ത്രൂ ഔട്ട് കണ്ട് ഫസ്റ്റ് ഹാഫ് ആയാലും നമുക്ക് ഇന്റർവെല്ലില് നമുക്ക് മനസ്സിലാവും ഇവര് തമ്മിൽ ഇന്റർവെല്ലിലെ സെക്ടർ എന്ന് പറയുമ്പോൾ ഇവര് തമ്മിലുള്ള ആ ഒരു ഫൈറ്റിന്റെ ആ ഒരു ഇതിലായിരിക്കും ഇന്റർവെല്ലിൽ നിൽക്കുന്നത് നമുക്കറിയാം. അത് എപ്പോ നമുക്ക് ഇരിക്കുകയായിരുന്നു. ആ റേഞ്ച് അത് കൊണ്ടുവരുന്ന രീതിയാണെങ്കിലും അത് കറക്കി തിരിച്ച് കൊണ്ടുവരണം. അതിൽ വിനീത് ശ്രീനിവാസൻ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്തു അതെല്ലാം കറങ്ങി തിരിഞ്ഞ് വന്നതിന് ശേഷം സെക്കൻഡ് ഹാഫ് തൊട്ട് വിനീത് ശ്രീനിവാസന്റെയും ബേസിലിന്റെയും ടൊവിനോയുടെയും ഒരു എന്താ പറയേണ്ടത്. പിന്നെ ഇവര് മൂന്നിനും കൂടെ സെക്കൻഡ് ഹാഫ്, പ്രത്യേകിച്ച് വിനീത് ശ്രീനിവാസൻ സെക്കൻഡ് ഹാഫിൽ, അതിന്റെ ഇടയിൽ ഷാൻ റഹ്മാൻ പുള്ളി സത്യം പറഞ്ഞ പുള്ളി ഇതിൽ ഒരുപാട് എടുത്ത് നിന്നില്ലെങ്കിൽ പുള്ളി ഉള്ള സീൻസൊക്കെ ഒരു രക്ഷയില്ലാത്ത കോമഡി ആയിരുന്നു. അതിൽ ഒരു എടുത്തു പറയേണ്ട ഒരു സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഒരു രക്ഷയില്ലാത്ത അവസാനം വിനീതായിട്ട് അതായത് ഇനി അടിയെങ്കിൽ അടി എന്ന് പറഞ്ഞ് നിൽക്കുന്നിടത്ത് അടിക്കട വാട എന്ന് വിളിക്കുന്നിടത്ത് പുറകെ നിറളിനെ പെട്ടെന്ന് ഓടുമ്പോൾ മുണ്ടൊക്കെ പൊക്കിയിട്ട് പെട്ടെന്ന് ആദ്യം എനിക്ക് കണക്റ്റായിട്ട് നോക്കിയപ്പോൾ
പിന്നീട് നമുക്ക് ഷാൻ റഹ്മാൻ, അത് സത്യം പറഞ്ഞ ഒരു ചെറിയ സീനാണെങ്കിൽ അത് തിയേറ്ററിൽ ഉണ്ടാക്കിയ ഒരു കോമഡി. അതായത് അടി എന്ന് പറയുമ്പോൾ കൂടെ ഇരിക്കുന്ന ഷാൻ റഹ്മാൻ ഓടുകയാണ്. പുള്ളി അങ്ങനത്തെ കുറെ സിറ്റുവേഷണൽ കോമഡി ചെയ്തു. അത് പുള്ളി ഒരു മ്യൂസിക് ഡയറക്ടറാണെന്ന് നമുക്ക് തോന്നുമല്ലോ. ഒരു ആർട്ടിസ്റ്റ്, ഒരു കോമഡിയൻ ചെയ്യുന്നതിനേക്കാൾ സൂപ്പറായിട്ട് ചെയ്തു ഷാൻ റഹ്മാൻ. അത് എക്സ്പ്രഷനിലാണെങ്കിലും സ്റ്റേജ് കയറിയ ശേഷമുള്ള ഒരു സീൻസിലൊക്കെ എക്സ്പ്രഷനിലാണെങ്കിലും അവർ തമ്മിലുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കണക്ഷൻ ഒക്കെ ഒരു നമുക്ക് വേർത്തായി, പടത്തിൽ വർക്കായി എന്നുള്ളതാണ് പറയാം. സത്യം പറഞ്ഞാൽ ഇപ്പൊ അതും വിനീത് ശ്രീനിവാസനും ഷാൻ റഹ്മാനും അവർ തമ്മിലാണെങ്കിലും ബേസിലും ടൊവിനോയായിട്ടുള്ള ഒരു ഫൈറ്റ് ആയിട്ടുള്ള രീതിയിലുള്ളതാണെങ്കിലും അവരുടെ തമ്മിൽ അവരുടെ ആ ഒരു കോമ്പിനേഷൻ, അവരുടെ കെമിസ്ട്രി, അത് പടത്തിൽ ഒരു രക്ഷയില്ലാത്തൊരു ഓളം സൃഷ്ടിച്ചു. പിന്നെ എടുത്തു പറയേണ്ടത് വേറൊരാൾ, ഒരു കേമിയോ, അത് ഞാൻ പറയുന്നില്ല, അത് സ്പോയിലർ ആവും, നിങ്ങൾ തിയേറ്ററിൽ പോയി തന്നെ കണ്ടാൽ മതി. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കേമിയോ കൊണ്ട് അത് തിയേറ്ററിൽ നല്ല ഓളം ഉണ്ടായിരുന്നു. അത് ഞാൻ പറയുന്നില്ല, ആരെന്നൊന്നും പറയുന്നില്ല, നിങ്ങൾ പോയി കണ്ടാൽ മതി. ഇപ്പം കത്തിലിരിക്കുന്ന ഒരു സ്റ്റാറാണ്, അത് നിങ്ങൾ തിയേറ്ററിൽ കണ്ടാൽ മതി. പുള്ളിയുടെ കേമിയോ കൊള്ളായിരുന്നു, കുറച്ചേ ഉള്ളെങ്കിലും നല്ല കോമഡി ആയിരുന്നു. പുള്ളി വന്നപ്പോൾ തന്നെ തിയേറ്ററിൽ എരമ്പയായിരുന്നു. അത് ത്രൂ ഔട്ട് അവർക്കത് യൂസ് ചെയ്തു. അവർക്ക് എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്ന അതേ രീതിയിലെല്ലാം ഡയറക്ടർ ആരും യൂസ് ചെയ്തു എന്ന് തന്നെയാണ് പറയാൻ. സെക്കൻഡ് ഹാഫ് നല്ല രീതിയിൽ ഹൈയിൽ പോയി പടം. അവസാനത്തൊക്കെ നമ്മൾ കുറച്ച് പ്രഡിക്ഷനിലൊക്കെ ആണെങ്കിലും സംഭവം നമുക്കൊരു ലാഗോ ബോറോ ഒന്നും തോന്നില്ല. ഹൈ ആയിട്ടുള്ളൊരു പടം, അടിച്ചുപൊളി പടം, ഒരു കോളേജ് ക്യാമ്പസ് പടം. അതിന് ഞാൻ ആദ്യം പ്രതീക്ഷിച്ചു ബേസിൽ ജോസഫിന് ഇനി ഒരു ക്യാമ്പസ് റോളൊക്കെ പറ്റുമോ. പുള്ളിക്ക് ആ ഒരു ഇതൊക്കെ കഴിഞ്ഞ് പുള്ളി കുറച്ചുകൂടെ മെച്ചുവർ ആയിട്ടുള്ള നിൽക്കുന്ന ഒരു ഏജ് ഫേസ് ആണല്ലോ. പക്ഷെ ഒരു ഫസ്റ്റ് ഹാഫിൽ തന്നെ പുള്ളിയുടെ മുടി നീട്ടി വളർത്തിയിട്ടുള്ള ലുക്കാണെങ്കിലും പിന്നീട് ആ ഓരോ വർഷം കഴിയുമ്പോഴുള്ള ലുക്ക് ചേഞ്ചസും, അതല്ല പുള്ളിയുടെ ക്യാരക്ടർ കൊണ്ടുവന്ന രീതിയായാലും ശരി തന്നെയാണ്. ഒരു സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ സെൽഫായിട്ട് ഒരു സ്വന്തം കഴിവിനെ വിശ്വസിച്ച് സ്വന്തമായ ക്യാരക്ടറിൽ വിശ്വസിച്ച് അങ്ങനെ നിൽക്കുന്ന ഒരു വ്യക്തി. അതായത് മറ്റുള്ളവരെല്ലാം അടിച്ചമർത്താൻ ശ്രമിച്ചാലും ഹൈ ആയിട്ട് നിൽക്കുന്ന ഒരാൾ. അതാണ് ബേസിൽ. സത്യം പറഞ്ഞാൽ ബേസിലിനെ കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ്. ഇതിൽ ഈ ക്യാരക്ടർ ഇപ്പം തമ്മിൽ മാറ്റി കൊടുത്താൽ ഇത് സത്യം പറഞ്ഞാൽ ബോറായി പോകുന്ന ക്യാരക്ടറാണ്. അതുകൊണ്ട് തന്നെ ടൊവിനോയുടെ അപ്പുറത്തെ വശം അങ്ങനത്തെ ഒരു ബിൽഡപ്പിൽ കൊണ്ടുവന്ന ഒരു ഗുണ്ടയെ കാണിച്ച് നമ്മളിനി ഇവരിത് എങ്ങനെയാണ് ഇനി ഇവർ തമ്മിൽ എങ്ങനെയാണെന്നുള്ളത് സെക്കൻഡ് ഹാഫ് ഒരു രക്ഷയുടെ രീതിയിലുണ്ട് കൊണ്ടുപോകുന്നത്. ആ ഒരു ടൊവിനോയുടെ കൂടെയുള്ള കുറച്ച് ചെറിയ റോൾ ചെയ്യുന്ന പുള്ളിക്കാരാണെങ്കിലും അതിൽ അടുത്ത് പറയുന്ന ടൊവിനോയുടെ കൂടെ വലങ്കയറി നിൽക്കുന്ന ഒരു പുള്ളിക്കാരൻ, പുള്ളിയുടെ പേരെനിക്കറിയില്ല, പുള്ളിയൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ട്രിവാൻഡ്രം സ്ലാങ് ആയാലും അതിനെ ഒരു മിതമായ രീതിയിൽ ടൊവിനോ ആയപ്പോലും ബോറാക്കാതെ കറക്റ്റായിട്ട്, അതൊരു തിരുവനന്തപുരത്തുകാർക്ക് മനസ്സിലാവും, കറക്റ്റായിട്ട് അത് ലീഡ് ചെയ്ത് ടൊവിനോ അത് പറഞ്ഞിട്ടുണ്ട്. നല്ല രസമായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതിൽ ഈ കിഡ്നാപ്പ് ഒക്കെ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു കാറിലെ സീനൊക്കെ ഉണ്ട്, നന്നായിട്ട് വന്നിട്ടുണ്ട്. ടൊവിനോയും ടൊവിനോയുടെ കൂടെ ഉള്ളവർ. വിനീത് ശ്രീനിവാസൻ പിന്നെ പറയേണ്ട ആവശ്യമില്ല. പുള്ളി ഇതിൽ സെക്കൻഡ് ഹാഫ് മൊത്തം പുള്ളിയുടെ കയ്യിലായിരുന്നു. പുള്ളിയാണല്ലോ ഇതിന്റെ ഈ കഥ കൊണ്ടുപോകുന്നതേ പുള്ളിയാണ്. ത്രൂ ഔട്ട് പടം അടിപൊളി പടമായിരുന്നു. ഇനി പടത്തിനെ കുറിച്ച് എങ്ങനെ എടുത്ത് പറയത്തക്ക ഒരു ഭയങ്കര, ഇപ്പൊ സ്റ്റോറി ബേസ് ഒക്കെ നമ്മൾ നോക്കണമെങ്കിൽ ഇപ്പൊ ഒരു ക്യാമ്പസിലേക്ക് പോകുന്നു, അവിടെ തനിക്ക് ചെയ്യാൻ ചില കാര്യങ്ങളുണ്ട്, അത് വരൂ എന്ന് ഒരു ഇതിൽ പോകുന്ന കഥാപാത്രമാണ് ബേസിൽ ജോസഫ്. തന്റെ ചേട്ടനെ കൊണ്ട് ചെയ്യാൻ കഴിയാത്തത് തനിക്ക് ചെയ്യണം. ആ കോളേജിൽ തന്റെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്ന തന്റെ ചേട്ടനെ കൊണ്ട് ചെയ്യാൻ കഴിയാത്തതില്ല, അതിലൊരു ട്രാജഡിയിൽ അകപ്പെട്ട് മെന്റലി ഡിപ്രസ്ഡ് ആയ ചേട്ടനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി തനിക്ക് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു കാര്യം താൻ ചെയ്തിട്ടേ വരൂ എന്ന് നിൽക്കുന്ന ബേസിലും, മറുപക്ഷത്ത് കുറച്ച് ഗായകം അല്ലെങ്കിൽ പാട്ട് തലയ്ക്ക് പിടിച്ച് കുറച്ച് അങ്ങനെ നടക്കുന്ന ഒരു പണ്ട് ഗുണ്ടയായ ഒരു തരികിട ക്രിമിനലായ കഥാപാത്രം ചെയ്യുന്ന ടൊവിനോയും ഇവരെ തമ്മിൽ കൊണ്ടെത്തിച്ച ആ സിറ്റുവേഷൻ, ഈ രണ്ട് ഭാഗത്തുള്ള ഇവരെ രണ്ടുപേരെയും കൊണ്ടെത്തിച്ച ആ ഇന്റർവ്യൂ സിറ്റുവേഷനും അതും നല്ല രസമായിരുന്നു. ത്രൂ ഔട്ട് പടം ഒരു എന്താ പറയുക, അടിച്ചുപൊളി ഒരു വൈബ് പടമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഈ ചെറിയ ഇടയ്ക്കുള്ള പോരായ്മകൾ വെച്ച് ഞാൻ പറഞ്ഞില്ല, ഈ ഡയലോഗ്സിലുള്ള വ്യക്തത അങ്ങനെയൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് മാത്രമേ എനിക്ക് പോരായ്മയായിട്ട് തോന്നിയുള്ളൂ. അല്ലാതെ നല്ലൊരു വൈബ് പടം, നമുക്കിപ്പോൾ എൻജോയ് ചെയ്ത് ഫ്രണ്ട്സായിട്ടൊക്കെ പോയി എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ ഒരു വൈബ് പടമാണ് അതിരടി. അപ്പോൾ ഗൈസ്, ഇതാണ് അതിരടി എന്ന ചിത്രത്തിനെ കുറിച്ചുള്ള എൻ്റെ റിവ്യൂ. ഇന്ന് സൂര്യയുടെ കറുപ്പ് റിലീസ് ചെയ്യേണ്ട പടമായിരുന്നു. അത് തിയേറ്ററിൽ ചെന്നപ്പോഴാണ് അറിയുന്നത് ഇത് റിലീസ് ക്യാൻസലായി, ഷോ ക്യാൻസലായി എന്നുള്ളത്. സത്യം പറഞ്ഞാൽ ഇപ്പൊ അതിന്റെ റീഫണ്ടൊക്കെ നമുക്ക് ബുക്ക് ഷോ വഴി കിട്ടും. എങ്കിലും ഈ പ്രേക്ഷകരെല്ലാം കഷ്ടപ്പെട്ട് അവരുടെ ടൈം സ്പെൻഡ് ചെയ്ത് വണ്ടിയിൽ എണ്ണയൊക്കെ അടിച്ച് അവിടെ ചെന്നതിന് ശേഷം അത് ക്യാൻസലായി എന്ന് അറിയുമ്പോൾ അത് തിയേറ്ററുകാർക്കായാലും എല്ലാവർക്കും ഒരേ ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷെ അതിനെന്തെങ്കിലുമൊക്കെ ഒരു ചേഞ്ച് കൊണ്ടുവരണം എന്നാണ് ഒരു ചെറിയ അഭ്യർത്ഥന ഉള്ളത്. അപ്പം അതുപോട്ടെ, അതിരടി എന്ന ചിത്രത്തിനെ കുറിച്ചുള്ള എൻ്റെ റിവ്യൂ
ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം നിങ്ങളും ഈ അടിപൊളി പടമാണ്, ഈ പടം തിയേറ്ററിൽ തന്നെ പോയി വാച്ച് ചെയ്യണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുക. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ റിവ്യൂ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണം. സോ ഇനിയും ഇതുപോലുള്ള റിവ്യൂസുമായും ട്രെയിലർ റിയാക്ഷൻസുമായും നിങ്ങളെ കാണുന്നത് വരെയും വണക്കം.